ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഫുൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്, AI പെയർ പ്രോഗ്രാമിംഗ്. ഇപ്പോൾ ഭയങ്കരധികം ഹൈലൈറ്റ് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് AI പെയർ പ്രോഗ്രാമിംഗ്. അതിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, എൻറ്റയർലി ഫ്രീ ആണ്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിൽ GitHub, Copilot, Cursor, AI അങ്ങനെ കുറച്ച് ടൂൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിഗിനേഴ്സിന് ഈ ടൂള് അവരുടെ കോഡിംഗ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യും, പഠിക്കാനും. ഇപ്പോൾ എക്സ്പേർട്ട് ആണെങ്കിലും അവർക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവരുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന് നോക്കാം. PS കോഡ് എടുത്തേക്കാണ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തേക്കാണ്. ഇതാണ് എൻ്റെ IDE. ഇപ്പോൾ ഇതറിയാത്തവർക്ക് ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ വീഡിയോൻ്റെ സ്ഥാനത്തെ ഭാഗത്ത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അത് ഒരു ഫ്ലാസ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഫ്ലാസ്ക് പൈത്തൻ്റെ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ അതിൻ്റെ HTML വിത്ത് എംബഡഡ് CS അത് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാണ് ഹോം പേജിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഞാനിത് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ AI പെയർ പ്രോഗ്രാമിംഗ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ കോഡ് എഴുതണോടത്ത് ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കോപ്പൈലറ്റിൻ്റെ അടുത്ത് ഇത് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഞാൻ കോപ്പൈലറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് സെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഫുൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ കോഡ് എല്ലാതും കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ സെൻഡ് കൊടുക്കുന്നു. ആ സെൻഡ് കൊടുക്കുന്ന സമയത്ത് ഏത് LLM എന്നാൽ ഏത് മോഡൽ എടുക്കണം എന്ന് നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ GPT-4o ആണ്. അത് നമ്മുടെ ChatGPT ഫ്രീ വേർഷൻ്റെ ഇതാണ്, LLM ആണിത്. പിന്നെ ക്ലൗഡ് ഉണ്ട്, ഇത് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ 3.5. പിന്നെ നമുക്ക് വോയിസ് കൊടുക്കാം, നമുക്ക് പ്രോംപ്റ്റ് അറ്റാച്ച്മെന്റ് ചെയ്യാം. ഞാൻ അതിനെ പറ്റി പറയാം. ഇതിൽ ഇമേജ് ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ സെൻഡ് എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോഡ് ജനറേറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ കോഡ് ജനറേറ്റ് ആയി. ഇപ്പം ഞാനിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് app.py എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് സേവ് ആവണമെന്ന്. ഈ കോഡ് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ട ആക്സെപ്റ്റ് കൊടുക്കാം. ആക്സെപ്റ്റ് ആൻഡ് റൺ ഉണ്ട്. അപ്പം നേരെ റൺ ആയിക്കോളും. പിന്നെ ഡിസ്കാർഡ് ചെയ്യാം. പിന്നെ ഇത് ഡീബഗ് ചെയ്യാം. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നടക്കണം. അപ്പോൾ എനിക്കൊരു കോഡ് കിട്ടി. ഞാൻ ഈ കോഡ് റൺ ചെയ്യാനായിട്ട് വെറുതെ ഇവിടെ റൺ എന്നുള്ള ബട്ടൺ കൊടുത്താൽ മതി. ഞാൻ ഇവിടെ app.py എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് അത് റൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു ലിങ്ക് കിട്ടി. ഇവിടെ റൺ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് നോക്കാണ്. ഫോളോ ലിങ്കും കൊടുക്കുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് വന്നിട്ടാണ്. ഇതാണ് വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഇത് ലൈക്ക് ബട്ടൺ, ഇതാണ് ഷെയർ ബട്ടൺ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ കൊടുത്തിരുന്നത് എൻ്റെ VS കോഡിൽ. വളരെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് AI പെയർ പ്രോഗ്രാമിങ്ങിൻ്റെ. ഏറ്റവും വലിയ അതിന്റെ യൂസസ് ഇതൊന്നല്ല, ഇതിന്റെ യൂസസിലേക്ക് പോവാം. അപ്പൊ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ChatGPT യൂസ് ചെയ്തൂടെ, ലൈക്ക് ഇവിടെ പല ടൂൾസുകളുണ്ട്, പെർപ്ലെക്സിറ്റി, ChatGPT അങ്ങനത്തെ ടൂൾസ് യൂസ് ചെയ്തൂടെ. അപ്പൊ യെസ്, അത് നല്ലൊരു കാര്യമാണ്. ബട്ട് നിങ്ങളൊരു വലിയൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കോഡ് ബേസ് ഉണ്ടാവും, കുറെ ഫയലുകൾ ഉള്ള കുറെ കോഡേഴ്സ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങളൊരു കോഡ് എഴുതുമ്പോൾ അത് റിലേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട്. ഇപ്പൊ ഈ കോഡുകൾ മൊത്തം നിങ്ങൾക്ക് ChatGPT കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോപ്പി പേസ്റ്റ് ചെയ്തത് തന്നെ അതിന് പ്രൈവസി ഇഷ്യൂസ്, കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആവണമെന്നില്ല. ഇങ്ങനത്തെ AI കോഡിംഗ് അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അത് നമ്മുടെ കോഡ് ബേസിലാണ് ഇത് വർക്ക് ചെയ്യണത്. ഞാൻ അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് കാട്ടി തരാം. പിന്നെ കുറെ യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു IDE ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആണ് ഈ കോഡിംഗ് പാർട്ട്നേഴ്സ്. പക്ഷെ നമ്മുടെ ChatGPT ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ ആണ്, എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഞാൻ കുറച്ച് യൂസസ് ആണ്. ഇപ്പൊ നിങ്ങളിത് വായിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് ഓഫ്ലൈൻ യൂസേജ് ഉണ്ട്, ഇന്റർനെറ്റ് വേണം എപ്പോഴും. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. ജസ്റ്റ് ഞാൻ ഇത് കാട്ടിന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും AI പെയർ പ്രോഗ്രാമിംഗിന്റെ യൂസസ്. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ GitHub Copilot ആണ്. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തത് GitHub Copilot ആണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് GitHub Copilot. അത് ഇത്ര നാളും എനിക്ക് തോന്നുന്നു 2-3 years ആയി ഇത് ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ അത് ഫ്രീ ആയി. ഒരു 3 weeks ആയിട്ടുള്ളൂ ഇത് ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കണ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെയല്ല, ഇതൊന്നും ഫ്യൂച്ചറിൽ നടക്കണ്ടല്ല. എൻ്റെ കമ്പനിയിൽ തന്നെ കുറേ നാളായിട്ട് GitHub Copilotന്റെ ഇത് എടുത്തിട്ടുണ്ട് അവർ. ഇതാണ് Copilotന്റെ ഒക്കെ സൈന്. പ്ലഗിൻ ആയിട്ടാണ് ഞാൻ VS കോഡിന്റെ ഉള്ളിൽ യൂസ് ചെയ്യണേ. വീഡിയോന്റെ അവസാനം ഞാൻ പറഞ്ഞു തരാം അതൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഇവരുടെ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ലൈക്ക് ഒരു കാര്യങ്ങൾ ചോദിക്കുന്നു, Copilot ആൻസർ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഏകദേശം രണ്ട് ടൂളിലും കുറേ സിമിലർ ഫങ്ഷനാലിറ്റീസ് തന്നെയാണ്. Cursor AIയിലേക്ക് പോവാം. Cursor AIയിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ Cursor AI ഒരു ടൂളാണ്, ഒരു AI പെയർ പ്രോഗ്രാമിൻ്റെ ടൂളാണ്. നിങ്ങൾ cursor.com അടിച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് വരും. ഇത് ഫ്രീ ആയിട്ടുള്ള ടൂളാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ട്, ഡൗൺലോഡ് ഫോർ മാക് ഉണ്ട്, ഡൗൺലോഡ് ഫോർ ലിനക്സ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് സ്ട്രേറ്റ് ഫോർവേഡ് കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഒരു കോഡ് എഡിറ്റർ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കുറേ കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ അത് നേരെ പ്രിഡിക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ആ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ടാബ് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അടുത്തത് പ്രിഡിക്റ്റ് ചെയ്ത് തരും. അതാണ് ടാബ് എന്ന് പറഞ്ഞ ഫീച്ചർ. പിന്നെ മൾട്ടിപ്പിൾ ലൈൻ എഡിറ്റ്സ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ലൈൻ എഡിറ്റ് ഇത് നല്ലൊരു ഫീച്ചറാണ്. ഈ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതുപോലെയല്ല, മൾട്ടിപ്പിൾ ലൈനിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്കിത് ഓരോന്നും ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സിൻടാക്സ് എറർ വരാം.
പിന്നെ അതൊരു ബഗ്ഗായി മാറാം. പിന്നെ സ്മാർട്ട് റിറൈറ്റ്സ്, ഇപ്പോൾ നമ്മുടെ സിൻടാക്സ് അതൊക്കെ മിസ്റ്റേക്സ്, ഇംഗ്ലീഷ് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ നമുക്ക് ഇവിടെ റിറൈറ്റ് ചെയ്ത് തരും. പിന്നെ കേഴ്സറിൻ്റെ പൊസിഷൻ, ഇതിൻ്റെ പേര് തന്നെ കേഴ്സറായ കഴിഞ്ഞിടയ്ക്ക് നമുക്ക് മാറിപ്പോവും. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് GitHub Copilotലുണ്ട്, നമുക്ക് ഞാൻ കാട്ടി തരാം. അപ്പോൾ അതിൽ അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അറ്റിൻ്റെ വലിയൊരു ഫങ്ഷനാലിറ്റി ആണല്ലോ, അതിനെ പറ്റി പറയാം. അപ്പോൾ നമുക്ക് ഡു യു സീ ആൻ ഇഷ്യൂ വിത്ത് ഇന്നൊരു ഫയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് റിപ്ലൈ തരുന്നുണ്ട്, ഇങ്ങനെ ഒരു റിപ്ലൈ തരും. എന്നിട്ട് നമുക്ക് ആ കോഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, റിജക്ട് ചെയ്യാം. ഈ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കോഡ് ബേസ് നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ലൈക്ക് നമുക്ക് ഇന്നൊരു ഫയലിൽ അല്ലെങ്കിൽ കോഡ് ബേസ് മൊത്തത്തിലാണ് നമ്മുടെ ഇഷ്യൂ നമുക്ക് ഇവിടെ കറക്റ്റ് പറയാൻ പറ്റും. അതൊക്കെയാണ് അറ്റ്. പിന്നെ ഈ അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ, ആ സജഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അതാണ് അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ. പിന്നെ അതുപോലെ തന്നെ അറ്റ് എന്ന് പറഞ്ഞ കോഡ് ബേസിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയണത്. പിന്നെ റെഫറൻസ് യുവർ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ വേറൊരു ഫീച്ചറാണ് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വിഷ്വലായിട്ടൊരു കോണ്ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ആസ്ക് ദി വെബ്, ഇപ്പോൾ നിങ്ങൾ ChatGPT ശ്രദ്ധിക്കുകയാണെങ്കിൽ മേ ബി 2-3 വീക്സ് ആയിട്ട് അറ്റ് വെബ് നമുക്കൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് പുതിയൊരു ഫീച്ചറായിട്ടാണ് അത് റിലീസ് ചെയ്യുന്നത്. പണ്ട് പെർപ്ലെക്സിറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. പെർപ്ലെക്സിറ്റി വേറെ ടൂളാണ്, ഫ്രീ ആയിട്ടുള്ള ടൂളാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അറ്റ് വെബ് എന്നൊക്കെയും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വെബ് സെർച്ചിനൊക്കെയുള്ള ഓപ്ഷൻ കേഴ്സറിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ യൂസ് ദി ഡോക്യുമെന്റേഷൻ. അപ്പോൾ പണ്ട് ഒക്കെ എല്ലാവരും ഡോക്യുമെന്റേഷൻ വെച്ചിട്ടാണ് പഠിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ C++ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, പുതിയൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേർഷനിൽ നമുക്ക് ഡോക്യുമെന്റേഷനിലേക്ക് തന്നെ പോകണം. അപ്പോൾ അതിനാണ് ഡോക്യുമെന്റേഷൻ. ഇപ്പോൾ നമുക്ക് പാണ്ടാസിൻ്റെ ലൈബ്രറിയുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതൊക്കെയാണ് ആ ഒരു ഏരിയയിൽ കാണിക്കുന്നത്. പിന്നെ ഏജന്റ് എന്ന് പറഞ്ഞ ഫീച്ചർ, ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏജന്റ് AI എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ LLM-ന് ശേഷം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഏജന്റ് AI. അതെന്ന് പറയുമ്പോൾ അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. എൻഡ് ടു എൻഡ് ആയിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് മൊത്തം അത് ടീച്ച് ചെയ്തിട്ട് അത് മൊത്തം കോഡ് ചെയ്ത് തീർക്കാം. പിന്നെ അങ്ങനെ വേറൊരു ഡെവലപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് ഏജന്റ് AI എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ AI ഏജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇത് കേഴ്സറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ഇത് വൈ കീപ്പിംഗ് പ്രോഗ്രാമേഴ്സ് ഇൻ ദ ലൂപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ബെഡാ ടീംസൊക്കെയാണ്, ബെഡാ കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് കേഴ്സർ AI ഉള്ളിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് AI പെയർ പ്രോഗ്രാമിങ് ലൈക്ക് ഒരു ആളെ റീപ്ലേസ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് എന്തുകൊണ്ടാണ് AI പെയർ പ്രോഗ്രാമിങ് യൂസ് ചെയ്യണമെന്ന് പറയേണ്ട കമ്പനീസൊക്കെ. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലെയിൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ടെർമിനൽ കമാൻഡ് കറക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി നോക്കാം. GitHubൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇന്ന് GitHub-ആണ് നമ്മൾ പറയണത്. GitHub ഇൻസ്റ്റാൾ ചെയ്യേണ്ടും എങ്ങനെ നമുക്ക് പ്ലഗിനായിട്ട് VS കോഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ പറയുന്നത്. GitHubൻ്റെ ഉള്ളിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ഹബ്ബൊന്നും അടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, GitHub Copilot അടിക്കണം, എന്നാൽ മാത്രമാണ് ലിങ്കിൽ റീഡയറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും, AI എഡിറ്റർ ഫോർ everyone, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ ആണ്. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ VS കോഡിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ടായിരിക്കും ഏറ്റവും എളുപ്പം. നിങ്ങൾ എപ്പോഴെങ്കിലും LLM കേട്ടിട്ടുണ്ടോ? LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ലാർജ് ഡാറ്റ സെറ്റുമ്പോൾ ട്രെയിൻ ചെയ്യുന്ന കാരണമാണ് ഇതിന് ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നത്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഫ്രീ ആവണേക്കാളും മുമ്പ് ആൾക്കാർക്ക് ഇത്രയധികം ഡാറ്റ ഈ ChatGPT ഇതിലേക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡാറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോക്കലി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇന്നത് സംഭവം സെറ്റ് ചെയ്തോടെ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമുക്ക് LLM ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. LLM എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അടുത്ത വാക്ക് പ്രിഡിക്റ്റ് ചെയ്യണോ അങ്ങനത്തെ കുറച്ച് യൂസസ് ഇല്ലേ, ജനറേറ്റീവ് AI, അതൊക്കെ LLM കാരണമാണ് നടക്കുന്നത്. ഒരു സെന്റൻസ് കംപ്ലീഷൻ അങ്ങനത്തെ അടുത്ത വാക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് യൂസസ് ഒക്കെയാണ് ഇതിന്റെ യൂസ് കേസസ്. അപ്പോൾ LLM കാരണമാണ് നമ്മുടെ ChatGPT അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയും AI മോഡൽസ് ഒക്കെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. LLMന്റെ ബിഹൈൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ ഒക്കെയാണ് ഇതിന്റെ അൽഗോരിതം വരുന്നത്. ട്രാൻസ്ഫോമർ ഒക്കെ കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യക്കാരനൊക്കെയാണ്. ഇന്ത്യക്കാരൻ ഒറ്റയ്ക്കല്ല, ഗൂഗിളിലെ ആളുടെ ഒരു ടീം മൊത്തത്തിലാണ് ഇത് കണ്ടുപിടിച്ചത്. അതിന്റെ പേപ്പറൊക്കെ ഞാൻ ലിങ്ക് ചെയ്യാം, ചുമ്മാ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞു അങ്ങോട്ട് കയറി പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചാറ്റ് ബോട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം. നമുക്ക് API എന്ന് പറഞ്ഞ സംഭവം API യൂസ് ചെയ്തിട്ട്, ഒലാമയൊക്കെ ഫ്രീ ആണ്. ഒലാമ പിന്നെ ഗൂഗിൾ ജെമിനി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഗൂഗിളിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് കോഡിങ് പാർട്ട്ണറായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലും നിങ്ങൾക്ക് എക്സ്പോർട്ട് ലെവലൊക്കെ ആണെങ്കിൽ എക്സ്പോർട്ട് ഒന്നും ആവണമെന്നില്ല. ലൈക്ക് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി, ഇതിൻ്റെ അൽഗോരിതം ഒന്നും അറിയണമെന്നില്ല. അത് വെറുതെ ഇമ്പോർട്ട് ചെയ്യുക, ഇത് റൺ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമ്മുടേതായ ഒരു ChatGPT കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാറ്റ് ബോർഡുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ബിൽഡ് AI പെയർ പ്രോഗ്രാമിംഗ് ചാറ്റ് ബോർഡ് ലോക്കലി അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലും അതേപോലത്തെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഇന്നൊരു ഫയലിൽ ഈ ഒരു പൈത്തൺ ഫയലിൽ .py ഫയലിൽ ക്യാൻ യു ഫിക്സ് ദിസ് ഫോർ മീ എന്ന് പറയുന്നു. അപ്പോൾ അവർ എന്തൊക്കെ പറയുന്നു, കോപ്പൈലറ്റ് എന്തൊക്കെ പറയുന്നു, അതിൻ്റെ ഒരു ഉത്തരം വരുന്നു. ഇതൊക്കെയാണ് കുറച്ച് ഉദാഹരണങ്ങളാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ബിഗിനേഴ്സിനാണെങ്കിലും എക്സ്പേർട്ടിനാണെങ്കിലും കോഡിങ് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിലും. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട. ഇപ്പോൾ GitHub കോപ്പൈലറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ ഫ്രീ വേർഷനിൽ 2 LLM ആണ് യൂസ് ചെയ്യാൻ പറ്റണേ. എനിക്ക് തോന്നുന്നത് പ്രോ വേർഷനിലേക്ക് 4-5 LLM ഒക്കെയും സെലക്ട് ചെയ്യാൻ പറ്റണേ. ഇവിടെ OpenAI, GPT-4, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഫയൽ എഡിറ്റ്, പിന്നെ ബേസ്ഡ് സജഷൻ ഇൻ റിയൽ ടൈം. ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോവാം. അപ്പോൾ പ്രൈസിങ് രണ്ടിൻ്റെ ഏകദേശം അല്ല, എൻ്റെ കയ്യിൽ സിമിലർ ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്രീ വേർഷൻ ഫുള്ളി ഫ്രീ ആണ്. പക്ഷെ ആദ്യത്തെ 2 ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് പ്രോ വേർഷൻ്റെ ഫ്രീ ട്രയൽ കിട്ടും. പിന്നെ 2000 കംപ്ലീഷൻ, 50 സ്ലോ പ്രീമിയം റിക്വസ്റ്റ്. ഇതിൽ 2000 കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാ ഡൗട്ടും ഇതിനോട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം ബേസിക് ആയിട്ടുള്ളൊരു സിൻടാക്സ് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പാണ്ടാസിൽ ഇന്നൊരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ChatGPT പോയി ചോദിക്കുക. പക്ഷെ കോഡ് ബേസ് മൊത്തത്തിലുള്ള ഒരു ഡൗട്ടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചോദിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ കംപ്ലീഷൻ കുറേ ഒരു മാസം മൊത്തം കൊണ്ടെത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് തീരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രീ വേർഷനിൽ കിട്ടുന്നുണ്ട്. ഫ്രീ വേർഷൻ സ്റ്റിൽ ഇത് നല്ലൊരു വയബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. പിന്നെ ഇതിൻ്റെ പ്രോ വേർഷൻ പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, O1 മിനി യൂസസ് പെർ ഡേ ഒക്കെ ഉണ്ട്. O1 ഭയങ്കര പവർഫുൾ ആണ്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സോറ എന്ന് പറഞ്ഞാൽ മറ്റേ വീഡിയോ ജനറേറ്റർ ഒക്കെ റിലീസ് ചെയ്യുന്നത് O1 മിനിയിലാണ്. സോറാനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും പ്രോ വേർഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കമ്പനി ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിലാണ്, നിങ്ങൾക്ക് ഡെവലപ്പേഴ്സിനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അതായത് ഇത് നിങ്ങൾ യൂസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ GitHub കോപ്പൈലറ്റിൻ്റെ ഉള്ളിലും അതേ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ഫ്രീ വേർഷൻ. അപ്പോൾ അതിൻ്റെ സൈഡിൽ അവർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് 2000 കംപ്ലീഷൻ, chat per month എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോ വേർഷൻ ബിസിനസ്, ഇത് ഇച്ചിരി കൂടി ചീപ്പാന്ന് തോന്നുന്നു ബിസിനസ് വേർഷനൊക്കെ. അപ്പോൾ ഇത് ഏതൊക്കെ IDEയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണത്. പൈച്ചാൻ നോക്കിയും ജെറ്റ് ബ്രെയിൻസിൻ്റെ പ്രൊഡക്റ്റാണ്, ചുമ്മാ പറഞ്ഞുള്ളൂ. ഇത് ക്ലൗഡൊക്കെ ഇൻഡസ്ട്രിയോ ഡാറ്റ സ്റ്റുഡിയോ. അപ്പോൾ കമ്മിങ് ബാക്ക്, അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് അത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതാണ് IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ കോഡൊക്കെ എഴുതുന്നുണ്ട് ഏതെങ്കിലും ഒരു IDEയിലായിരിക്കും. അപ്പോൾ നമുക്ക് കുറേ എറേഴ്സും ഡീബഗിങ്ങിനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ലൈഫും കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുന്നതാണ് ഈ IDEs ഒക്കെ. അപ്പോൾ അതിനുള്ളിലാണ് നമ്മൾ കോപ്പൈലറ്റ് എക്സ്റ്റൻഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അത് കാരണം നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുന്നു, ഡൗൺലോഡ് ഫോർ വിൻഡോസിന് നിൽക്കുന്നു. അവർ ഇവിടെ തന്നെ അതിൻ്റെ പ്രൊമോഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ഫോർ വിൻഡോസിന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണ പോലെ ഡൗൺലോഡ് ആകും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എക്സ്റ്റൻഷൻസ് ആണ് എടുക്കേണ്ടത്. ഈ റൈറ്റ് എൻഡിൽ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. എക്സ്റ്റൻഷനിൽ പോയിട്ട് കോപ്പൈലറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് GitHub കോപ്പൈലറ്റ് കിട്ടും. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ വെറുതെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയ കാരണം ആ ബട്ടൺ ഇല്ല. ഇൻസ്റ്റാളിൽ നിൽക്കുമ്പോൾ കോപ്പൈലറ്റ് വരും. കോപ്പൈലറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയി ഏറ്റവും എളുപ്പത്തിൽ അറിയാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ, അടുത്ത കോഡ് അടിക്കണേക്കാൾ മുമ്പ് ജനറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കും. പിന്നെ ഇവിടെ ആസ്ക് കോപ്പൈലറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ബേസിക്കലി കോപ്പൈലറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കോഡ് ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ റോഡ് മാപ്പ് ആണെങ്കിൽ ആ വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ബൈ.